കൂട്ടിനകത്ത് കമ്പി കയറിക്കൊണ്ട് കുറേ അങ്ങ് മുറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ ഗേറ്റിൻ്റെ അവിടെ പോയി തപസ്സിരിക്കുകയാണ്. ലിയോ ഉണ്ട് വണ്ടികൾ പോണതും എല്ലാം ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഇനി. ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. രാവിലെ മോള് കോളേജിൽ പോയി. 6 മണിയായപ്പോഴാണ് പോയത്. ഒക്കുന്ന ഇലക്ഷനാണ്. 1 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും പൊടിച്ചമ്മന്തി ആയിരുന്നു. അങ്ങനെ മോള് ഒരെണ്ണത്തിൻ്റെ പകുതി കഴിച്ച് മോനിവിടെ ഉണ്ട്. മോൻ വർക്കിലാണ്. രാവിലെ അവന് വർക്ക് തുടങ്ങും. അടുത്ത ആഴ്ച പോവും. പിന്നെ ഞാനും ഒരു ചായ കുടിച്ച്, ഒരു കട്ടൻ ചായ. മോള് മധുരം ഇല്ലാത്തൊരു കട്ടൻ ചായയും കുടിച്ചുകൊണ്ടാണ് പോണത്. ഞാൻ ഒരു കട്ടൻ ചായയും കുടിച്ച്, ഒരു ചായയും കുടിച്ച്, പിന്നെ 2 ബ്രെഡും കഴിച്ച്. പിന്നെ ലിയോയ്ക്ക് ഇന്ന് ചായ കൊടുത്തിട്ട് അവൻ കുടിക്കണില്ല. പാലൊക്കെ വീട്ടി കാച്ചിയൊക്കെ കൊണ്ടുവച്ച് കൊടുത്തിട്ട് കുടിക്കണില്ല. പിന്നെന്തോ ഇത് കൂട്ടിലെടുത്തോണ്ട് വെച്ച്. പിന്നെ എന്തെങ്കിലും നിർബന്ധിച്ച് എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് കുടിമക്കളെ കുടിമോനെ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവന് ഭയങ്കര പാടാണ്. ഇന്നലെ രാവിലെ വെളുപ്പാങ്കാലത്തെ വന്ന് പിന്നെ മീനിൻ്റെ തലയൊക്കെ ഇരുന്നത് മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ട് ആവിയേറ്റി. അങ്ങനെ അവന് കുറച്ച് ചോറൊക്കെ കുഴച്ച് കൊടുത്ത് അതും കഴിച്ചുകൊണ്ട് പോയി. പിന്നെ അവനിക്ക് കാക്കകളുണ്ട്. അവർക്ക് രാവിലെ ഫുഡ് കൊടുക്കും, ഫുഡും വെള്ളമൊക്കെ വെച്ച് കൊടുക്കും. ഇപ്പം ലിയോ ഇങ്ങോട്ട് പോയി കേട്ടാ. ഞാൻ പറഞ്ഞേ 2 ദിവസം കൊണ്ട് പുള്ളിക്കാരൻ്റെ കാല് വയ്യ. കൂട്ടിനകത്ത് കമ്പി കയറിക്കൊണ്ട് കുറേ അങ്ങ് മുറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ബ്ലഡൊക്കെ പോയി. പിന്നെ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്ത്, പിന്നെ ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ ഇപ്പം 2 ദിവസം കൊണ്ട് കോളേജിൽ പോകണ്ട. അപ്പം ഇന്ന് അവൾ പോയി. അങ്ങനെ ഇന്നിപ്പോൾ പോയപ്പോൾ കണ്ട അവനറിയാമോ ഇല്ലയെന്ന് വെച്ച് ഇതിൽ മനസ്സിലാക്കണം. എന്താ ഗേറ്റിൻ്റെ അവിടെ പോയി തപസ്സിരിക്കുകയാണ്. ലിയോ ചായ കുടിച്ചിട്ടില്ല. ലിയപ്പാ കണ്ട, ഇതാണ് അവൻ്റെ ശീലം. അവൾ പോയതിന് ശേഷം വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം അവൾ വൈകിട്ടൊക്കെ ആവും ഇനി എത്തുമ്പോൾ മോള്. അപ്പം അതുവരെ ഇങ്ങനെ ഇരിക്കും. വാ ലിയോ വന്നാണ്. കഷ്ടം. ഇനിയിപ്പം മിക്കവാറും പോയി നോക്കിക്കൊണ്ട് നിൽക്കും ഗേറ്റിൽ. ഞാൻ പോവുകയാണ്. ലിയോ വന്നാണ്. അങ്ങനെ കാലിൽ മുറിവ് ഉണങ്ങിയൊക്കെ വരണം. അവർ മൃഗങ്ങൾക്ക് അടിക്കണ സ്പ്രേ ആണ് അടിച്ചത്. അങ്ങനെ മുറിവ് ഉണങ്ങി വരുന്നുണ്ട്. അവൾ വരണമെന്ന് നോക്കിയാണ്. കോളേജിൽ പോയതാണ്. 2 ദിവസം കൊണ്ട് വയ്യാത്തതുകൊണ്ട് കിടപ്പായിരുന്നു. ഇനി ഇതുവഴി തന്നെ പോയത്. മക്കൾ നോക്കിക്കൊണ്ട് നിൽക്കണ്ട എൻ്റെ പൊന്നെ. അവൾ അതൊരു അപ്പൂപ്പനാണ് അവിടെ ഇരിക്കണം. എന്താ എൻ്റെ കുഞ്ഞെവിടെ? എൻ്റെ കുഞ്ഞച്ചി എവിടെ? എൻ്റെ പൊന്നിനെ ഒരുപാട് പേര് തിരക്കി. മുത്തേ ഞാട്ടൊക്കെയാണ്. അയ്യടാ അച്ചടാ, എൻ്റെ കുട്ടി വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി എപ്പോഴും വന്ന് നിന്ന് നോക്കും. കഷ്ടം. റോഡേ ആൾ പോണു. ആരത്? ആര് ലിയോ? ലിയോ ഇതാരാണ്? ഇതാരടാ? ആൾ പോണു. വണ്ടികൾ പോണതും എല്ലാം ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഇനി. അവൾ പോയി. അവൾ ഇനിയിപ്പോൾ വൈകിട്ടേ വരുള്ളൂ. മക്കൾ ഇനി എത്ര നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും എൻ്റെ കൊച്ച്. കഷ്ടം. 2-3 ദിവസം കൊണ്ട് അവനറിയായിരുന്നു അവളിവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവനറിയാം. അയ്യോടാ സങ്കടം വരണം എൻ്റെ കുട്ടിക്ക്. മക്കൾ കൂട്ടിപ്പോയി കിടന്നു. പൊന്നോ കൂട്ടിപ്പോയി മുത്തേ. എൻ്റെ മുത്തെവിടെ? സ്വർണ്ണക്കനി എവിടെ? എൻ്റെ മക്കളെവിടെ? പോയി ചായ കുടി. ചായ മച്ചി ചോറ് തരാം. ഇങ്ങോട്ട് പോവേണ്. കൂട്ടി പോവാൻ പറഞ്ഞാൽ കഷ്ടം. അപ്പോഴേ പോവും.
നല്ല അനുസരണമുള്ള കുട്ടിയാണ് കേട്ടാ. എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞു കൂട്ടിക്കയറി കിടന്നോ. എൻ്റെ മക്കളില്ലയോപ്പാ കൂട്ടിക്കയറി കിടക്കി. എൻ്റെ പൊന്നു കൂട്ടിക്കയറി കിടേ. നല്ല അനുസരണയാണ്. ഉണ്ടാ ഇപ്പം മുറിവ് ഉണങ്ങി വരുന്നുണ്ട്. ഇതിന് മുമ്പ് ഇതുപോലെ കൂട്ടിലെ കമ്പി കയറി പൊത്തായിരുന്നു, നമ്മൾ കണ്ടില്ലായിരുന്നു. അങ്ങനെ അന്ന് ഇതുപോലെ കുറഞ്ഞു, എന്നാലും അന്ന് ഇത്രയും ആയില്ലായിരുന്നു. ഇത് നമ്മളങ്ങ് പേടിച്ചു പോയി. ഭയങ്കര ബ്ലഡൊക്കെ പോയി. പിന്നെ ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി മുറിവിലടിക്കുന്ന സ്പ്രേ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അടിച്ച്. പിന്നെ ഇവനെ മൃഗാശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കൊണ്ട് പോകത്തില്ല. മുന്നേ ഭയങ്കര ഇതാണ്. ഇതിനകത്ത് ഒരു മനുഷ്യർക്ക് വരാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഓണർക്ക് പോലും വരാൻ പറ്റത്തില്ല. ആ കണക്കിനാണ്. പിന്നെ അവന് അങ്ങനെ ആരെങ്കിലും വെളിയിൽ നിന്ന് വരികയാണെങ്കിൽ വിളിക്കും. ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ഇതുപോലെ പൂട്ടിയിടും, കെട്ടിയിടും. കഴുത്തിൽ കൊളുത്തിട്ടിട്ട് നമ്മൾ അടുത്ത് നിൽക്കണം. ഭയങ്കര ഒരിതാണ്. അപ്പം ഇവൻ എങ്ങനെയാണ് മൃഗാശുപത്രി കൊണ്ടുപോകണം. കഴിവിൻ്റെ പരമാവധി ഇത് സ്പ്രേ ഒക്കെ അടിച്ച് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. 2-3 ദിവസം കൊണ്ട് പുള്ളിക്കാരെ ഇതിനകത്തായിരുന്നു കിടക്കണത്. ലിയോ ലെനോ അവിടെ? ലെനോ അവിടെ? എൻ്റെ കൊച്ചിൻ്റെ ഊതോ ലെനോയേതോ പൂച്ച പിടിക്കാൻ വന്നു. എൻ്റെ ലെനോ എന്ന് വെച്ചാൽ അവൻ്റെ ജീവനാണ്. സുന്ദരിക്കുട്ടി എവിടെ? എൻ്റെ മക്കളെവിടെ? എൻ്റെ പൊന്നിന് എന്തേലും ചോറ് ഇരട്ടാ. രാവിലെ ഇനിയിപ്പോൾ ചൂട് ചോറുണ്ട്. അതിന് മീനൊക്കെ ഇട്ട് കുഴച്ച് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ കഴിക്കും. ഇന്നലെയൊക്കെ മുട്ട ഉണ്ടായിരുന്നു, അത് പൊരിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ മുട്ടയില്ല. മോള് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരട്ടെ, പറയാൻ വിളിച്ച്. ഇനി അവൾ ഇനിയിപ്പോൾ കൂടെ കൂടെ പോകും. കണ്ട, ഇന്ന് അവൾ പോയെന്ന് മനസ്സിലായത് കൊണ്ടാണ് ആ ഗേറ്റിൻ്റെ അവിടെ പോയത്. ഇനിയിപ്പോൾ കൂടെ പോയി. ഇതാണ് അവൻ്റെ കൂടെ പോയി നോക്കിയോണ്ട് നിൽക്കും. ഇല്ലെങ്കിൽ അവൻ 3 ദിവസം കൊണ്ട് അവൻ കൂട്ടിൽ നിന്ന് ഇറങ്ങൂലേ. അവൻ വെളിയിലോട്ട് ഇറങ്ങും, അവൻ്റെ കാര്യവും കഴിഞ്ഞ് കയറി വന്നങ്ങ് കിടക്കും. ഇന്നുണ്ട് അവൾ പോയപ്പോഴത്തേക്ക് അവനറിയാം. അവന് ഭയങ്കര ടെൻഷനാണ്. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അവന് മനസ്സിലാവും. അതുപോലെ നമ്മളിലുള്ള ആര് വന്ന് ഗേറ്റിൻ്റെ കൊളുത്തിളക്കിയാലും അവനെ അറിയാൻ കഴിയും. വേറെ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് നമ്മളെ ഗേറ്റിൽ തൊട്ട് കഴിഞ്ഞാൽ അവൻ കൂട്ടിക്കിടന്നാൽ പോലും അവൻ ആ മണം പിടിച്ച പറയും. ഭയങ്കര ശ്രദ്ധയാണ്. ഇങ്ങനത്തെ ലിയോയാണ്. പിന്നെ ഇവിടെ 2-3 കാക്കകൾ വരുമായിരുന്നു. അപ്പോൾ അതിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അത് വന്ന് കഴിച്ച് ആദ്യമൊക്കെ ഓട്ടിക്കുമായിരുന്നു. പിന്നെ ഇവൻ്റെ കൂട്ടിനകത്ത് കയറി അവൻ്റെ ഫുഡ് കഴിക്കും. പക്ഷേ പിന്നെ അതിന് ശേഷം അവന് മനസ്സിലായി ഞാൻ ഫുഡ് അവർക്ക് കൊടുക്കും, ഫുഡും വെള്ളം വെച്ച് കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു വൃത്തിയാക്കുകാരൻ. ലിയോ പട്ടി പോണാന്ന് നോക്കിയാണ്. പട്ടി പോണാക്കളെ, പട്ടി പോണാ. അവന് പട്ടിന്ന് പറഞ്ഞാൽ അവനറിയും. പക്ഷെ അവന് പട്ടീന്ന് വിളിച്ചാൽ അവനറിഞ്ഞൂടാ. അവന് ലിയോന്നേ വിളിക്കാവൂ. ലിയോ ഞാനും പോണു. ലിയോ ഞാൻ പോട്ടാ. മിമ്മി അടിച്ചോണ്ട് കേട്ടാ മുത്തേ. ലിയോ ഇനിയിപ്പം ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടാക്കണം. ചോറ് വെച്ച് മീനൊക്കെ എടുത്ത് വെള്ളത്തിയിട്ടിരിക്കണം. നാടൻ ചാള എന്തെങ്കിലും ചെയ്യണം. ഒരു തോരന അങ്ങനെ എന്തെങ്കിലും വെക്കണം. പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട്. അപ്പം ലിയോയെ ഇഷ്ടപ്പെടുന്നവർക്ക് ലിയോയുടെ വീഡിയോ ഇടാത്തെന്തെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഇപ്പം രാവിലെ ഇന്ന് ആശുപത്രി ഓക്കെ ആയി, വെളിയിലോട്ടൊക്കെ അങ്ങനെ ഇറങ്ങി. ഉണ്ടാ ആ കൈ നക്കി തുടയ്ക്കണണ്ട. ഇത് രാവിലെ ഞാൻ മുറിവിലടിക്കുന്ന സ്പ്രേ അടിച്ചു കൊടുത്തു. പക്ഷെ ഞാൻ ഇവർക്കൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് മുറിവ് വന്നാലും ഞാൻ തിരുത് ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് പുരട്ടി തേച്ച് കൊടുക്കും. പക്ഷെ അവർക്ക് അത് പെട്ടെന്ന് അങ്ങ് കുറയും. ഇനിയിപ്പം ഒരുവിധം ഉണങ്ങി തുടങ്ങിയപ്പോൾ ഇനി അങ്ങനെ ചെയ്യാം. പാവം, ഇതൊക്കെ മനുഷ്യനെ പോലെ ജീവനുള്ളതല്ലേ. ആളുകൾ എന്തെല്ലാം ഉപദ്രവിക്കും. ഇന്നത്തെ നാക്കെടുക്കാത്ത ആളുകൾ വന്നല്ലോ. താണ്ട ഇവർക്ക് ഇതൊക്കെ തന്നെ ജോലികൾ. പോയി ചോറിന് കുറച്ചൊക്കെ കഴിച്ചിട്ട് പോയി. ബാ ചോറ് കഴിക്കാൻ ബാ. ലിയോരെ കൂട്ടി കയറിയപ്പോലും ഇപ്പം ലിയോ അനങ്ങൂലല്ലോ. അവന് പിന്നെ ചിക്കനാനം കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ സ്വഭാവം മാറും. ബാ
അവരും രാവിലെ ഞാൻ ബ്രെഡ് കഴിച്ചപ്പോൾ ഞാൻ കഴിക്കണതിൽ പകുതി കൂടുതൽ അവർക്ക് തന്നെ കൊടുക്കുന്നത്. ബ്രെഡ് ഒരെണ്ണത്തിൽ കൂടുതൽ അവർക്ക് കൊടുത്തു. പിന്നെ രാവിലെ ഇതൊക്കെ തന്നെ. ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റായിരുന്നു, ഇന്നിപ്പോൾ കാറ്റൊന്നുമില്ല, നല്ല അന്തരീക്ഷം. ഇതൊക്കെയാണ് മോർണിംഗ് വിശേഷങ്ങൾ. ലിയോയെ ഇഷ്ടപ്പെടുന്നവരടുത്ത് എന്തായിരുന്നു പറയണേ? ലിയോ കണ്ണ് വെച്ച് നോക്കണേണ് രസം. മനുഷ്യൻ നോക്കിക്കൊണ്ട് നിൽക്കും പോലെയാണ് മതിലിൽ ചെന്ന് അവൻ നോക്കിക്കൊണ്ട് നിൽക്കണം. ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ചോദിച്ചു, ഇത് മനുഷ്യൻ നിൽക്കും പോലെയാണല്ലോ ഇത്. അപ്പം എല്ലാവർക്കും നന്ദി. എൻ്റെ ലിയോയെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നെന്ന് എനിക്ക് മനസ്സിലായി. വളരെ വളരെ നന്ദി. എല്ലാവരും വീഡിയോകളെല്ലാം കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ലിയോയുടെ ഷോർട്സ് ഇടാം. നോക്കിയപ്പോൾ ഗേറ്റിൻ്റെ അവിടെ പോയി കഷ്ടം നോക്കിയിട്ട് കുത്തിയിരിക്കുന്നു. പിന്നെ മതിലിൽ പോയി ഇന്ന് നോക്കണം. പിന്നെ വന്ന് കിടന്നാണ്ട അവന് മനസ്സിലായി. ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.